ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് മാവ് ഉണ്ടാക്കി അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഇതാ ഞാനൊരു 3-4 മണിക്കൂറോളം പച്ചരി, 1 കപ്പ് പച്ചരി കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചോറും, 1 കപ്പ് പച്ചരിക്ക് 1/2 കപ്പ് ചോറാണ് കേട്ടോ. പിന്നെ 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഉടനെ തന്നെ ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും കട്ടിയുള്ള ഒരു മാവായിരിക്കണം കേട്ടോ. ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം പിന്നെ തീ നന്നായിട്ട് കുറച്ച് വെക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. പിന്നെ കംപ്ലീറ്റ് പൊങ്ങി വന്നതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആയി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുത്താൽ നമ്മുടെ അടിപൊളി കണ്ണൂർ സ്പെഷ്യൽ മുട്ടയപ്പം റെഡിയായി. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.